ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകമാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. ഇന്നലെ നമ്മൾ സംഖ്യാപുസ്തകം 23-ാം അധ്യായം നമ്മൾ വായിച്ചു. ബാലാക്ക് ബിലയാമിനെ കൊണ്ടുവന്ന് അവനെ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പക്ഷേ ബിലയാം അത് സാധിക്കുന്നില്ല. യഹോവയായ ദൈവം ബിലയാമിനോട് കൊടുത്ത ദർശനമനുസരിച്ച് ബിലയാമിന് ഇസ്രായേലിനെ അനുഗ്രഹിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ. 2 പ്രാവശ്യവും അങ്ങനെ സമ്മതിച്ചു. 3-ാം പ്രാവശ്യവും ബാലാക്ക് പറഞ്ഞു, ഞാൻ നിനക്ക് സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും സമ്പത്തുമൊക്കെ ഞാൻ നിനക്ക് നൽകും. ഞാൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന ഇസ്രായേലിനെ ശപിക്കുന്നതിനാണ്. അതുകൊണ്ട് നീ അവരെ അനുഗ്രഹിക്കാൻ പാടില്ല. നീ അങ്ങനെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അനുഗ്രഹവും ശാപവും ഒന്നും നീ നൽകണ്ട എന്ന് പറഞ്ഞ് ബിലയാമിനെ പിന്തിരിപ്പിക്കാൻ ഇവിടെ ശ്രമിക്കുകയാണ്. 24-ാം അധ്യായത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതാണ് ദൈവഹിതമെന്നും ദൈവപ്രസാദമെന്നും മനസ്സിലാക്കിയവനായ ബിലയാം ശകുനം നോക്കാൻ പോകാതെ ഇസ്രായേൽ പാളയത്തിന് നേരെ അദ്ദേഹം മുഖം തിരിച്ച് അവിടെ നിൽക്കുന്നു. അപ്പോൾ കാണുന്നു ഇസ്രായേൽ ജനം ഗോത്രമനുസരിച്ച് അവർ പാളയം അടിച്ചിരിക്കുന്നതും വളരെ ക്രമമായ ഡിസിപ്ലിനായിട്ടുള്ള അവരുടെ ജീവിതവും അവരുടെ ആ അനുഗ്രഹവും ഒക്കെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് മേൽ ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് അദ്ദേഹം അവിടെ പ്രവചിച്ച് പറഞ്ഞു, യാക്കോബിൻ്റെ കൂടാരം എത്ര മനോഹരം, അവൻ്റെ എല്ലാ കൃഷിയും അവൻ്റെ എല്ലാ പ്രവർത്തനവും അനുഗ്രഹിക്കപ്പെടും. കാട്ടുപോത്തിൻ്റെ ശക്തി അവനുണ്ട്, ശത്രുജനതയെ അവൻ ഇത് സംഹരിക്കും. അവനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനാകും, അവനെ ശപിക്കുന്നവൻ ശാപഗ്രസ്തനാകും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ അനുഗ്രഹീതനാകും. ദൈവത്താൽ ശപിക്കപ്പെട്ടവനെ അനുഗ്രഹീതനായവനെ ഇത് ശപിക്കുന്നവന് ശാപം ലഭിക്കും. അത്രമാത്രം ദൈവം കരുതിയതായ സ്നേഹിച്ചതായ ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച പോലെ അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കും. പക്ഷേ ഒരു അപ്പൻ തൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ശിക്ഷിച്ച് വളർത്തുന്നത് പോലെ യഹോവയായ ദൈവം അവരെ ശിക്ഷിച്ച് അവരെ വളർത്തുകയാണ്. അപ്പൻ ശിക്ഷിച്ചാലും ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും മകന് വേണ്ടി ജീവൻ കൊടുക്കാൻ ഏതപ്പനും ഇത് തയ്യാറാണ്. അപ്രകാരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ ഇവിടെ സ്നേഹിക്കുന്നുവെന്ന് ബിലയാമിന് ഇവിടെ മനസ്സിലാവുകയും ദൈവാത്മാവിനാൽ അവനിവിടെ പ്രവചിക്കുകയും ചെയ്യാണ്. അങ്ങനെ ചെയ്തപ്പോൾ ബാലാക്കിൻ്റെ കോപം വർദ്ധിച്ചു. അവൻ ബിലയാമിനോട് കോപിച്ചു. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുവന്നത് ശപിക്കാനാണ്, പക്ഷെ നീ അവരെ ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. അതിനാൽ നിന്റെ ദേശത്തേക്ക് നീ മടങ്ങിപ്പോയിക്കൊള്ളുക. നിനക്ക് ഞാൻ തരുമെന്ന് പറഞ്ഞ ഒന്നും, സമ്പത്താകട്ടെ സ്ഥാനമാനങ്ങളാകട്ടെ, ഒന്നും ഞാൻ നിനക്ക് നൽകുകയില്ല. അതുകൊണ്ട് നിനക്ക് നിന്റെ ദേശത്തേക്ക് ഇത് മടങ്ങിപ്പോകാം എന്ന് പറയുന്നു. അപ്പോൾ ബിലയാം പറയുന്നുണ്ട്, നീ എൻ്റെ ഭവനം നിറച്ച് പൊന്നും വെള്ളിയും എന്തെല്ലാം സമ്പത്തുകളും സ്ഥാനമാനങ്ങളും എനിക്ക് നൽകിയാലും ദൈവം പറയുന്നതിന് വിരുദ്ധമായി എനിക്ക് പറയാനാവില്ല. ദൈവം വെളിപ്പെടുത്തുന്നത് മാത്രമേ എനിക്ക് പറയാനാവുള്ളൂ. ഞാനൊരു പ്രവാചകനാണ്. യഥാർത്ഥ പ്രവാചകൻ അതാണ്. നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ് ക്രൈസ്തവ സമൂഹം മുഴുവൻ. ദൈവഹിതം മാത്രം പറയാനും പ്രവർത്തിക്കാനുമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതിന് വിരുദ്ധമായി ജാതികളുടെ ഇടയിൽ കാണുന്നത് പോലെയുള്ള മറ്റ് കാര്യങ്ങൾ പറയുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നും നമുക്ക് അവകാശമില്ല. നമ്മൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഒരു സമൂഹമാണ്. പൗലോസ് പറഞ്ഞതുപോലെ ലോകസ്ഥാപനത്തിന് മുൻപ് അതിനുവേണ്ടി നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ ആ ദൈവികമായ പദ്ധതിയാണ് നമ്മളിലൂടെ ലോകത്ത് പ്രാവർത്തികമാക്കേണ്ടത്. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം തരുന്ന വെളിപ്പെടുത്തലനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും മറ്റുള്ളവരോട് സഹവസിക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാത്തതാണ്. 17 മുതലുള്ള വാക്യങ്ങളിൽ വീണ്ടും അദ്ദേഹം പ്രവചിച്ച് പറയുന്നു,
യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ വീഴും, അത് മോവാബ്യർ, അമാലേക്യർ, കേന്യർ, ഏദോം എന്നിവരെയൊക്കെ തകർക്കും. ഈ രാജ്യക്കാരൊക്കെ, ഈ ആളുകളൊക്കെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. എന്നാൽ ഇസ്രായേലിൽ നിന്ന് വീഴുന്നതായ ഒരു നക്ഷത്രം, ഒരു ചെങ്കോൽ അതിവരെയൊക്കെ തകർത്ത് കളയും എന്ന് അദ്ദേഹം ഇവിടെ പ്രവചിച്ച് അങ്ങനെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം തൻ്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. വാസ്തവത്തിൽ ബാലാക്ക് പറഞ്ഞപ്പോൾ തൻ്റെ ദ്രവ്യാഗ്രഹം അല്ലെങ്കിൽ തനിക്ക് സമ്പത്ത് ലഭിക്കുമെന്നുള്ള മോഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ അവൻ അനുകൂലമായി പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചപ്പോൾ ഇത് ബാലാക്കിൻ്റെ ആ ആഗ്രഹത്തിന് പകരം ദൈവികമായ ശക്തിയാൽ അവൻ പ്രവചിക്കുകയും സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നത് കാണുന്നു. അപ്പോൾ ബിലിയാം നമുക്കൊരു മാതൃകയാവട്ടെ. ആയതുപോലെ നമ്മുടെ ജീവിതത്തെയും ദൈവഹിതത്തിന് മാത്രം സമർപ്പിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.